റമദാൻ മാസത്തിലെ പുണ്യമേറിയ 15-ാം രാവ് മഹദിയായ നഫീസത്തുൽ മിസ്രിയ ബീവിയുടെ ആണ്ടുദിനമായി ലോകം ഈ ദിനത്തെ സ്മരിക്കുന്നു. ആത്മീയതയുടെയും ത്യാഗത്തിന്റെയും ഉദാത്തമായ മാതൃകകൾ ലോകത്തിന് സമർപ്പിച്ച ആ പുണ്യജീവിതം ഏതൊരു വിശ്വാസിക്കും വലിയൊരു പാഠപുസ്തകമാണ്. പുണ്യനബിയുടെ പാവനമായ കുടുംബത്തിൽ പിറന്ന നഫീസത്ത് ബീവി ചെറുപ്പത്തിലെ തന്നെ ദൈവമാർഗത്തിൽ അതിശയിപ്പിക്കുന്ന പാടവം പ്രകടിപ്പിച്ചിരുന്നു. കേവലം 8-ാം വയസ്സിൽ വിശുദ്ധ ഖുർആൻ ഹൃദിസ്ഥമാക്കിയ അവർ വിജ്ഞാനവും ഭക്തിയും ഒരുപോലെ സമ്മേളിച്ച ഉത്തമ വനിതയായിരുന്നു. സ്ത്രീ സമൂഹത്തിന് എക്കാലവും വഴികാട്ടിയായ ഒരു വലിയ മാതൃകയാണ് ആ ജീവിതം. മരണത്തെക്കുറിച്ച് ഭയപ്പെടുന്നതിന് പകരം അതിനായുള്ള ഒരുക്കങ്ങൾ സ്വന്തം ജീവിതകാലത്തുതന്നെ അവർ പൂർത്തിയാക്കിയിരുന്നു. തന്റെ വീട്ടിനുള്ളിൽ സ്വന്തം കൈകൾ കൊണ്ട് അവർ ഒരു ഖബർ വെട്ടി. ആ മണ്ണിലിരുന്ന് അവർ ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു. അതിശയകരമായ വസ്തുത എന്തെന്നാൽ ആ ഖബറിലെ മണ്ണ് എപ്പോഴും നനവുള്ളതായിരുന്നു. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല, അല്ലാഹുവിനെ ഓർത്തുള്ള അവരുടെ വിറയാർന്ന ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിരുന്ന കണ്ണീർ തുള്ളികൾ കൊണ്ടായിരുന്നു ആ മണ്ണ് കുതിർന്നിരുന്നത്. ത്യാഗപൂർണമായ പ്രാർത്ഥന. തന്റെ 30 വർഷക്കാലം അവർ പടച്ചതമ്പുരാനോട് ഒരു കാര്യം മാത്രം മുടങ്ങാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു: നാഥാ, നോമ്പുകാരിയായിക്കൊണ്ട് എന്റെ ആത്മാവിനെ നീ പിടിച്ചെടുക്കണമേ എന്നതായിരുന്നു ആ ആഗ്രഹം. ആ പ്രാർത്ഥന സഫലമാവുകയും ചെയ്തു. അതീവ സുന്ദരിയായിരുന്ന നഫീസത്ത് ബീവി പിൽക്കാലത്ത് തന്റെ ബാഹ്യസൗന്ദര്യത്തിന് യാതൊരു പരിഗണനയും നൽകിയിരുന്നില്ല. കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളും രാത്രികാലങ്ങളിലെ സുദീർഘമായ പ്രാർത്ഥനകളും കാരണം അവരുടെ ശരീരം മെലിഞ്ഞൊട്ടിയിരുന്നു. സ്വന്തം ശരീരത്തെ പട്ടിണിക്കിട്ടും പീഡിപ്പിച്ചുമാണ് അവർ ആത്മീയ ഉന്നതി തേടിയത്. ആ രൂപം കണ്ട് അവരുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ പോലും സങ്കടത്താൽ വിതുമ്പിപ്പോകുമായിരുന്നു. മാതൃകാപരമായ ദാമ്പത്യം. ഭക്തിയിലും ആരാധനകളിലും മുഴുകുമ്പോഴും തന്റെ ഭർത്താവിനോടുള്ള കടമകളിൽ അവർ വീഴ്ച വരുത്തിയിരുന്നില്ല.